ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ബോട്ടിൽ ആർട്ടുകൾ മാത്രമല്ല, പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള എല്ലാ തരം ക്രാഫ്റ്റ് വർക്കുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ മിൽക്കി ബാറിൻ്റെ ഈ ഒരു ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മളിന്ന് ഇത് വെച്ച് ഒരു അക്വേറിയം ചെയ്തെടുക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ബോക്സിൽ നിന്നും ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. നമ്മൾ അവിടെ എല്ലാം ബ്ലാക്ക് അക്രിലിക് പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. വളരെ സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ അതിൽ മുഴുവനായും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് പെയിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കളറും ബ്ലൂ കളറും നമ്മൾ എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ പേപ്പറുകളാണ്. ഇതിൽ നിന്ന് നമുക്ക് പുല്ല് പോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് അതിനകത്തേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം നമ്മൾ അതൊന്ന് മടക്കി കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ലൈറ്റ് കളർ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ടും നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ അതിൽ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ടാണ് അടുത്തത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇതിൽ നിന്നാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള മീനുകളെ വരച്ചെടുക്കുന്നത്. ഇതിൽ നമ്മൾ 2 മീനുകളെ വരച്ചെടുത്ത് അതിൽ പെയിന്റ് ചെയ്തെടുത്തതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗൂഗിളിൽ നിന്നും ഒരു ഇമേജ് എടുത്ത് അതിൽ നോക്കി ഇതിലേക്കൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് മീനിനെ കഴിയുന്നത് പോലെയൊക്കെ ഇതിൽ വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ അതിൽ ഇതുപോലെ 2 മീനുകളെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് പെയിന്റ് ചെയ്തെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അതിൽ പെയിന്റ് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അതൊന്ന് കുറച്ച് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലേക്കാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മീനിനെ ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ അടുത്ത മീനിനെയും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മൾ വരച്ചെടുത്തിട്ടുള്ള മീനുകൾ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കാമായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നീട് നമ്മൾ അതിൽ കല്ലുകളായി ഒട്ടിച്ചെടുക്കുന്നത് പിസ്തയുടെ തോടുകളാണ്. ഇതുപോലെ നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ പെയിന്റ് ഒന്നും ചെയ്തെടുക്കുന്നില്ല. പിന്നീട് നമ്മൾ ഇതെടുത്തിട്ടുള്ളത് അതിന് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇത് അതിലേക്ക് വെച്ച് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമുക്ക് അതിന് മുകളിൽ വെച്ച് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ മിൽക്കി ബാറിൻ്റെ ബോക്സ് വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിനധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ച് ചുമരിലൊക്കെ വെക്കാം. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.